ആ പിന്നെ ട്രാവല് കയറി പോകുമല്ലോ, ആ അതിന് 100 രൂപ. ആ കാറിന് 30 രൂപ. 30 രൂപ അല്ലേ? അങ്ങനെ നമ്മൾ ഫാൻറ്റം റോക്കിൻ്റെ തൊട്ടടുത്തെത്തി. ഫാൻറ്റം റോക്ക് ടച്ച് ചെയ്തു എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് ആ പ്രസിദ്ധമായ ഫാൻറ്റം റോക്ക്. കണ്ടില്ലേ? സംഭവം പൊളിയല്ലേ? ഇവിടുത്തെ ഏറ്റവും വലിയ എല്ലാവർക്കും നമസ്കാരം. മിർസ അഫ്സൽ യൂനുസ് സക്കറി കേട്ടോ. ദൈവത്തിൻ്റെ സ്വന്തം നാട്, ഗോഡ്സ് ഓൺ കൺട്രി. ഗോഡ്സ് ഓൺ കൺട്രിയിൽ സ്വർഗം വയനാട്ടിലാണെന്ന് ഞാൻ പല വീഡിയോയിലും പറയാറുണ്ട്. അത്രമാത്രം ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഇവിടെ ഉള്ളത്. നിരവധി സംഭവങ്ങൾ, ചരിത്ര പ്രാധാന്യമായത്, പുരാതന കാലഘട്ടങ്ങളിലുള്ളത്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വയനാട്ടിലുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രകൃതിയുടെ ഏറ്റവും മനോഹരമായ ഒരു ദൃശ്യമാണ് ഫാൻറ്റം റോക്ക് അല്ലേ? അപ്പോൾ അവിടെയാണ്, ആ സ്പോട്ടിലാണ് ഞാനുള്ളത്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിരവധി കാഴ്ചകളുണ്ട് കേട്ടോ. ഇവിടെ നിന്നിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി വ്യൂ പോയിൻ്റ് കേട്ടോ. ഈ പ്രദേശം മൊത്തം ഇങ്ങനെ കാണാം. താഴെക്കൂടി മനോഹരമായി അമ്പലവയൽ മീനങ്ങാടി റോഡ് പോകുന്നുണ്ട് കേട്ടോ. 2 വരി പാത, വാഹനങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഫാൻറ്റം റോക്ക് ആ കാണുന്നതാണ് ഫാൻറ്റം റോക്ക് കേട്ടോ. അപ്പോൾ നിരവധി പേരത് കണ്ടിട്ടുണ്ടാവും. കണ്ടവർക്കും കാണാത്തവർക്കും ഒരിക്കൽ കൂടി കാണാം. നമ്മളിപ്പോൾ അതിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിലും വ്യൂ പോയിൻ്റാണ്, മനോഹരമായ വ്യൂ പോയിൻ്റാണ്. ഈ ഫാൻറ്റം റോക്കിലേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ചകളാട്ടോ അത്. നിരവധി പാറക്കെട്ടുകൾ എന്ന് പറഞ്ഞാൽ ഗംഭീര സംഭവം കേട്ടോ. ഇവിടെ നിന്നൊക്കെ പാറ കട്ട് ചെയ്ത് പോയതാണ്. അതിലൊക്കെ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ സേഫ്റ്റി ഭിത്തി പോലെ ഇവിടെ കമ്പിവേലി ഉണ്ട് കേട്ടോ. അതിവിടെ ചുറ്റുഭാഗത്തുമുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ആ കാണുന്ന ഫാൻറ്റം റോക്കിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. സാധാരണ ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ പോകുന്ന പോലെയല്ല കേട്ടോ. ഇവിടെ നല്ല രസമാണ്. വരുമ്പോൾ കുറച്ച് ദൂരെ നടക്കാനുള്ളൂ, എന്നാലും ഈ നടക്കുന്ന ഭാഗത്തൊക്കെ മനോഹരമായ കാഴ്ചകളാണ്. ഇവിടെയൊക്കെ വന്നാൽ ഇഷ്ടം പോലെ ഫോട്ടോസ്, വീഡിയോസ് ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് അങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. അടിപൊളിയാണ് കേട്ടോ. എന്തൊരു ഭംഗിയാണ് കാണാൻ. വയനാട്ടിൽ നിരവധി ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ടെങ്കിലും ഫാൻറ്റം റോക്ക് അത് വല്ലാത്തൊരു വൈബാട്ടോ. ഇവിടെ വരാത്തവർ ഒരു തവണയെങ്കിലും വരണേ. മനോഹരം എന്ന് പറഞ്ഞാൽ മനോഹര കാഴ്ചകളാട്ടോ. വാവ്, ആഹാ. അപ്പോൾ എന്തായാലും ആ ഫാൻറ്റം റോക്കിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകാം കേട്ടോ. ഇവിടെ ഒരു വഴിയൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. നിറച്ച് കാടാണ്. വഴി നമ്മൾ ഉണ്ടാക്കി പോകണം. സംഭവം ഇവിടെ ഒറ്റ മനുഷ്യന്മാരെത്തിയിട്ടില്ല കേട്ടോ. രാവിലെ സമയമാണ്. ഇതിലെങ്ങനെ പോയി നോക്കാമല്ലേ? ക്യാമറമാൻ സുലു അവിടെ മാറി നിന്നു, പേടിയാന്ന് പറഞ്ഞിട്ട്. അവിടെ ഇങ്ങനെ ഒരു വഴി കാണുന്നുണ്ട്.
അപ്പോൾ ഏറെക്കുറെ ഇപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാട്ടോ സംഭവം. കുറച്ചുകൂടി മേലെ കണ്ട് പോയി നോക്കാം അല്ലേ. കടുവ പുലിയൊന്നും ഉണ്ടാവില്ല തോന്നുന്നുണ്ട് കേട്ടോ. നമ്മൾ ഫാൻറ്റം റോക്ക് മേലോട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ഗുഹയൊക്കെ കാണുന്നുണ്ടല്ലോ. അങ്ങനെ ഇവിടെ നമ്മൾ ഫാൻറ്റം റോക്കിൻ്റെ അടുത്തെത്തി. സത്യം പറയാലോ, ഞാനൊരു വയനാട്ടുകാരനാണെങ്കിലും ഫാസ്റ്റ് ടൈമാട്ടോ ഞാനിവിടെ ഫാൻറ്റം റോക്കിൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ ഇതാണ് സംഭവം. ഇവിടെ നിന്നിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. മനോഹരമായ കാഴ്ചയാണ്. അപ്പോൾ ഓരോ ടൂറിസ്റ്റുകളിങ്ങനെ ഇപ്പോൾ വന്ന് തുടങ്ങുന്നുണ്ട്, അവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. ആഹാ, അടിപൊളി കേട്ടോ. ഇവിടെ നിന്നിട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനോഹര കാഴ്ച കേട്ടോ. ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ്. സംഭവം പൊളിയല്ലേ. അപ്പോൾ വീഡിയോ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ ചെയ്തോളി, സബ്സ്ക്രൈബ് ചെയ്തോളി കേട്ടോ. ഇതുപോലുള്ള വയനാട്ടിലെ ഗംഭീര വീഡിയോസ് എനിക്കും വരും കേട്ടോ. ഇവിടെ ഗുഹ പോലെയൊക്കെ കാണുന്നുണ്ട്. ആ, ഇതിൻ്റെ അപ്പുറത്തേക്ക് അങ്ങോട്ട് പോകാനുള്ളൊരു വഴിയാണ് കേട്ടോ അത്. ഇവിടെ താഴെ അതേപോലെ തന്നെ കേട്ടോ ഒരു അടിപൊളി ഗുഹാ സെറ്റപ്പാട്ടോ അവിടെ ഉള്ളത്. ഇതിപ്പോൾ നമ്മൾ ഒരു വശം കണ്ട കാഴ്ചയാണ്. ഇനിയിപ്പോൾ നമ്മളിതാ മറ്റൊരു വശം നോക്കാം. അപ്പോൾ അതാ അവിടെ ഒരു മഞ്ഞ ചുരിദാർ കാണുന്നില്ലേ, അവിടം വരെ എത്തിയിട്ടുള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ സുലു, ക്യാമറ വുമൺ സുലു അത് നിൽക്കുന്നുണ്ടോ, അങ്ങോട്ട് വന്നില്ല. അപ്പോൾ ഇതുപോലെ അടിപൊളി വ്യൂ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ വയനാട്ടിലെ ഇതുപോലുള്ള മനോഹരമായ കാഴ്ചകൾ തൊട്ടറിഞ്ഞ് കാണാൻ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബെല്ലൈക്കണമെന്ന് നിങ്ങൾ അടിച്ചു വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മളുടെ അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. വയനാട്ടിലെ മനോഹരമായ കാഴ്ചകൾ കേട്ടോ. കാരണം ഞാനൊരു വയനാട്ടുകാരനായതുകൊണ്ട് എനിക്കത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും. ഇതാ ഞാനിപ്പോൾ അതിലാണ് വന്നത്. ഇത് കണ്ടോ, ഫാൻറ്റം റോക്കിൻ്റെ ഇവിടെ വന്നപ്പോൾ ഒരു പുതിയൊരു ഷെഡ് പണിയുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് നമുക്ക് എന്താണെന്ന് ചോദിക്കണമല്ലോ. ഇതെന്താണ് സംഭവം? കൂൾ ബാർ അല്ലേ? ഓക്കെ, അപ്പോൾ അവർ പറഞ്ഞത് ഇത് കൂൾ ബാർ എന്നാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംവിധാനം എന്തായാലും ഇവിടെ വേണം. കാരണം വെയിലടിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഇവിടെ ഞാൻ വന്നപ്പോൾ എനിക്കിവിടെ വെള്ളത്തിന് ദാഹിച്ചു. അപ്പോൾ ഇതൊരു നല്ലൊരു സംവിധാനമാണ് എന്തായാലും. ഫാൻറ്റം റോക്ക് കണ്ടിട്ട് അപ്പോൾ അങ്ങനെ മടങ്ങുകയാണ്. ഒരു 200-300 മീറ്റർ ഉണ്ടാവും അപ്പോൾ മെയിൻ റോഡിൽ നിന്നും വണ്ടി കൊടുന്ന് നിർത്താൻ പറ്റിയ സ്ഥലത്തേക്ക് കേട്ടോ. അപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു. ഓക്കെ, നമ്മൾ മെയിൻ റോഡിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ചെക്ക് പോസ്റ്റൊക്കെ ഇവിടെ പൊന്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ വന്ന സമയത്ത് തുറന്നിട്ടില്ലായിരുന്നു, നമുക്കായിട്ട് തുറന്നു തന്നതാണ്. ജസ്റ്റ് നമുക്ക് ചോദിച്ചു നോക്കാമെന്നേ. ചേച്ചി പോയിക്കോട്ടെ, നമ്മൾ യൂട്യൂബിൽ നിന്നാണ്. ആ, എത്ര ഫീസ് എത്രയാണ്? 20 അല്ലേ? ആ, പിന്നെ ട്രാവല് കയറി പോകുമല്ലോ, ആ, അതിന് 100 രൂപ. ആ, കാറിന് 30 രൂപ. 30 രൂപ അല്ലേ? ഓക്കെ ചേച്ചി, എന്നാ പോട്ടെ. ആ, ശരി. ആ.
അപ്പോൾ അമ്പലവയലിൽ നിന്നും മീനങ്ങാടിയിലേക്കുള്ള കുംബ്ലേരി റോഡ് കേട്ടോ. അടിപൊളി റോഡാണ്, ഇരട്ടവരി പാത. അവിടെയാണ് അറിയാത്തവർക്കായി പറയുന്നു ഫാൻറ്റം റോക്കിൻ്റെത്. ഫാൻറ്റം റോഡിലേക്ക് പോകുമ്പോൾ നിരവധി മനോഹരമായ കാഴ്ചകളുണ്ട്. അപ്പോൾ ജസ്റ്റ് ഈ പോകുന്ന വഴി ഒന്ന് അതിൽ കയറിയിട്ട് പോകാം കേട്ടോ.